ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ സ്റ്റൈലിലുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചോറിന് ചപ്പാത്തിക്ക് ഒക്കെ നല്ലത്. ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ചുരുക്കം ചില റെസ്റ്റോറൻറ്റുകൾ മാത്രം കിട്ടുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. 1 കിലോ ചിക്കൻ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് ആദ്യം ഒന്നങ്ങ് അരച്ചെടുക്കാൻ. കുറച്ച് കാഷ്യൂ ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, കുറച്ച് 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ട്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടു, ചിരണ്ടിയതില്ല. പിന്നെ ഒരു സ്റ്റിക്ക് സിന്നമൺ, 4-5 ഏലക്ക. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിരിയമുളക് പൊടി, മല്ലിപ്പൊടി, ഇത് കുരുമുളക് പൊടി. അപ്പോൾ അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് ഞാനിവിടെ അരച്ചിട്ടുള്ളതാണ്, അരച്ച് വെച്ചിരിക്കുന്നത്, നല്ലപോലെ ഉപ്പ് ചേർന്നതാണ്. പിന്നെ 1 കപ്പ് തൈര്, 1/4 കപ്പ് എണ്ണ. പിന്നെ ഇത് കുറച്ച് പാൽ, 1/4 കപ്പ് പാലിനകത്തേക്ക് ഇച്ചിരി സാഫ്രോൺ കലക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചത് നല്ല നെയ്യ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. പൊടികളെല്ലാം കൂടെ ഇടാം. അതോടൊപ്പം തന്നെ ഞാനിത് കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിരുന്നതാണ്, അപ്പോൾ അതും ഇതിനോട് ഇടാം. എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. അത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നെയ്യ്, നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ. നല്ല നെയ്യാണ്. ഒരുപാട് ഇങ്ങനെ കിടന്ന് വഴറ്റിയൊന്നും നമ്മൾ വിഷമിക്കേണ്ട. എല്ലാം തിരുമ്മി വെച്ച് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിനകത്തിരിക്കണം, അല്ലെങ്കിൽ രാത്രിയിൽ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുമോ. തൈര് ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് ഞാനിവിടെ ഉറവൊഴിച്ച് വയ്ക്കുന്നതാണ്. ഒത്തിരി പുളിയാകുമ്പോൾ ചിക്കനും കറിക്കും ഒരുപാട് പുളി ടേസ്റ്റ് വരും. പിന്നെ ഇച്ചിരി നാരങ്ങ, ഞാൻ ഇച്ചിരി നാരങ്ങ എടുത്തുകൊണ്ട് വരട്ടെ. ഇതിനകത്തേക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇവിടെ അരച്ച് വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കിന് നല്ല ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇടാം. നമുക്കിതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് അരച്ച് വെച്ച നട്ട്സും ബദാമും തേങ്ങ, ഏലക്ക, അതെല്ലാം കൂടെ ഇത് ഒരുപാട് ഇങ്ങനെ എണ്ണ പോലെയൊന്നും അരയേണ്ട. ഒരുവിധം ഇതിപ്പോൾ അല്പം തരുതരിപ്പ് പോലെയല്ലേ, അങ്ങനെ അങ്ങ് അരച്ചിട്ടാൽ മതി. അപ്പം അത് ഇപ്പം മറന്നുപോയേനെ. അപ്പം അത് അതും കൂടെ ഇട്ടിട്ട് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം. ഞാൻ അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ ഇതേ സെയിം സാധനം മിക്സ് ചെയ്ത് വെച്ചതാണ് എനിക്കിപ്പോൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി ഇത് സെയിം തന്നെയാണ്, ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പകുതി ഇതുപോലെ 1 കിലോ 2 കിലോയുടെ ക്ലീൻ ചെയ്ത് 2 കിലോയുടെ ചിക്കനായിരുന്നു. അപ്പോൾ ഞാൻ പകുതി ഇതിലേക്ക് എടുത്തു, പകുതി ഇതിലേക്ക് എടുത്തു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു ചാർക്കോൾ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇതിൽ വെച്ചൊരല്പം എണ്ണ ഒഴിച്ച് കൊടുത്താൽ അതിന് സ്മോക്ക് വരാനായിട്ടാണ്. അതിൻ്റെ അടപ്പം തീരുന്നത്. ഓക്കെ. അപ്പം ഇത് അല്പം നേരം ഒന്ന് അതിൻ്റെ സ്മോക്ക് വരട്ടെ. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് അങ്ങനെ അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ സ്മോക്ക് ചെയ്യാൻ വെച്ച സ്മോക്കൊക്കെ പോയി. അപ്പോൾ അതിനെ എടുത്ത് മാറ്റാം. നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക്
ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ ചിക്കൻ വേകാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ഒന്നോടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിൻ്റെ എല്ലാം ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഉപ്പും ഒക്കെ ഉണ്ട്. പച്ചമുളകും കൂടെ അതിൽ കിടക്കട്ടെ. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് വേകുന്ന സമയം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഭക്ഷണം കൂടെ ഒന്ന് ചിന്തിക്കാം. യാക്കോബിന്റെ ലേഖനം 1:5 ഇപ്രകാരം പറയുന്നു: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പെറുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം മനുഷ്യൻ വ്യഭിചാരം ചെയ്യണു, കൊല ചെയ്യണു, ധനത്തിന് വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നത് മുഴുവൻ മനുഷ്യൻ്റെ ജഡിക പാപ സ്വഭാവത്തിൽ നിന്നാണ്. ആ ജഡിക സ്വഭാവം മൂത്ത് കഴിയുമ്പോൾ മനുഷ്യൻ ഏത് പാപം ചെയ്യുവാനും മുതിരും. ആ പാപം വന്നു കഴിഞ്ഞിട്ട് ഒരു പാപം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാപം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ആ പാപം മുഴുത്തിട്ട് ആത്മീയമായ മരണം സംഭവിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു പാപ സ്വഭാവത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസാന്തരപ്പെട്ട ലോകത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ച് കാൽവറി ക്രൂശിലെ യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ച് കർത്താവിനെ അനുസരിച്ച് കർത്താവ് ഓരോ വ്യക്തിയുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ മാത്രമാണ് പാപം ചെയ്യാതിരിപ്പാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പാപത്തിൽ അകപ്പെട്ട ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരെയും കർത്താവിലൂടെ രക്ഷ പ്രാപിച്ച് ആ ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കാണും, ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് വെക്കുമ്പോഴൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വളരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാവുള്ളൂ. കുറച്ച് സമയം കൊണ്ടാണ് ഇത് വെന്ത് തരണം. കാരണം നമ്മൾ നട്ട്സും എല്ലാം അരച്ച് വച്ചിരിക്കുന്നതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാതെ ഇങ്ങനെ ചെറിയ മീഡിയം ഫ്ലെയിമിലിരുന്ന് വേകണം. അപ്പോൾ ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഇനി ഇത് ഉണ്ടാക്കി നോക്കുക. വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ വിസ്താരം ചെറുകിനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.